കാരണം പുറത്ത് കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞ് മക്കൾ നടക്കുമ്പോ, പുറത്ത് ലിവിങ് ടുഗദറും ഡേറ്റിംഗും ഉണ്ടാവുമ്പോ, പുറത്തുനിന്ന് ഈ പറഞ്ഞ സ്നേഹപ്രകടനങ്ങളെല്ലാം ഹോൾസെയിലായിട്ട് സുലഭമായി മക്കൾക്ക് ലഭിക്കുമ്പോൾ അതിന്റെ ഒരു അണമണി തൂക്കം പോലും പൊരന്റെ ഉള്ളിൽ കാണില്ല. വീടിന്റെ ഉള്ളില് അതിൻ്റെതായ ഒരു പ്രകടനവും കാണുന്നില്ല എങ്കിൽ അവിടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപേ, 1500 വർഷങ്ങൾക്ക് മുൻപ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്, നിങ്ങൾ മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക. സ്നേഹം പ്രകടിപ്പിക്കണം, ഇറ്റ്സ് ഓക്കെ. പക്ഷെ അതിന്റെ മുമ്പിൽ പറഞ്ഞ കാര്യമാണ് മക്കൾക്ക് മുൻപിൽ വെച്ച് സ്നേഹം പ്രകടിപ്പിക്കുക. മക്കൾക്ക് മുൻപിൽ വെച്ച് പരസ്പരം വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക. ഇത് നിക്കാഹ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് 1-2 കൊല്ലം കഴിയുമ്പോൾ അതിന് വറ്റി വരണ്ടു പോകാനുള്ളതല്ല സ്നേഹം എന്ന് പറയുന്നത്. അത് മക്കൾക്ക് മുൻപിൽ വെച്ച് പ്രകടിപ്പിക്കുമ്പോഴേ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള സ്നേഹം, സിൻസിയർ ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കാണുമ്പോഴേ മക്കൾ ആഗ്രഹിക്കുള്ളൂ. പുറത്ത് കാണുന്ന ലിവിങ് ടുഗദർ ഒന്നും അല്ല, ഹലാൽ ഹറാമായ ബന്ധങ്ങളിലേക്കല്ല പോവേണ്ടത്. എൻ്റെ വീട്ടിൽ ഞാൻ കാണുന്ന ഹലാലായ ബന്ധമുണ്ട്, ഹലാലായ പ്രണയമുണ്ട്. എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നത് പോലെ, എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മയെ പരിഗണിക്കുന്നത് പോലെ പരിഗണിക്കുന്ന ഭർത്താവിനെ എനിക്ക് ലഭിക്കണമേ എന്ന് നമ്മളെ പെൺകുട്ടികൾ പറയണമെങ്കിൽ വാപ്പ അങ്ങനെ ആവണം. എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പയെ സ്നേഹിക്കുകയും അനുസരിക്കുകയും പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പോലെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയെ എനിക്ക് ലഭിക്കണമേ എന്ന് നമ്മൾ ആൺകുട്ടികൾ പറയണമെങ്കിലേ ഉമ്മ വീട്ടിൽ അങ്ങനെ ആവണം. ഒരിക്കൽ ഒരാള് ഭാര്യയോട് ചോദിച്ചു ഇത്രേ, പ്രിയപ്പെട്ടവളെ, നിനക്ക് ഖദീജയെ പോലെ ആയിക്കൂടെ എന്ന്. ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ നിനക്ക് ഖദീജയെ പോലെ ആയിക്കൂടെ എന്ന്. ഇപ്പൊ തിരിച്ചവള് ചോദിച്ചു ഇത്രേ, ഞങ്ങള് പ്രവാചകരെ പോലെ ആവോന്ന്. എന്നാ നിങ്ങള് പ്രവാചകരെ പോലെയാവുമോ? മൂപ്പര് പറഞ്ഞു ഇത്രേ, എന്നാ ഖദീജ ആവണ്ട. മൂപ്പര് പറഞ്ഞു ഇത്രേ, എന്നാ നീ ഖദീജയാകണ്ട. കുറച്ച് പ്രയാസമുള്ള കാര്യമാണല്ലോ, കുറച്ച് പ്രയാസമുള്ള കാര്യമാണെന്നാ പറയണത്. കാരണം എന്താണെന്നറിയോ, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ പള്ളിക്കാർക്ക് പ്രധാനപ്പെട്ടവനായിട്ട് കാര്യമല്ല, നാട്ടുകാരെ പ്രശ്നം തീർത്തു കൊടുക്കണവനായിട്ടും കാര്യമല്ല, പേരും പ്രശസ്തിയും പെരുമയും ഒന്നും ഉള്ളവനായിട്ടും കാര്യമില്ല, കുടുംബ മഹിമ ഉണ്ടായിട്ടും കാര്യമല്ലോ. അതൊന്നും അവിടെ കനം തൂങ്ങൂല എന്ന്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഇണയോട്, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് എന്ന്. അവളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാ.